വെറുതെ ഇരുന്ന് ചേച്ചി പ്രവോക്ക് ചെയ്യാനാണ് ഇട്ടത്. എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ വന്നപ്പോഴാണ് ചേച്ചിക്ക് ഒരു ക്യാമറ സ്പേസ് കിട്ടിയതെന്ന്. പറഞ്ഞോട്ടെ, ഞാൻ അതിനൊരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ഞാൻ ഓർക്കുന്നില്ല. മസ്താനെ കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ലേ. അടിപൊളി ഒരു ഡാൻസും അതിൻ്റെ കൂടെ ഒരു പാട്ടും കിട്ടില്ല റിപ്ലൈ ആയിരുന്നു മസ്താനിക്ക് കൊടുത്തിരുന്നത്. ശരിക്കും വൈൽഡ് കാർഡിൽ വന്നിട്ട് ഏറ്റവും വൃത്തിയായിട്ട ഗെയിം കളിക്കുന്നത് മസ്താനിയാണ്. അവിടെ പുറത്തുള്ള കാര്യങ്ങൾ എടുത്തിട്ട് അവരുടെ പേഴ്സണൽ ലൈഫിൽ ഇതുപോലെ ചേച്ചിയുടെ സുധിച്ചേട്ടന്റെ കാര്യം എടുത്തിട്ട് റെനയുടെ ബോയ് ഫ്രണ്ടിന്റെ കാര്യം എടുത്തിട്ടാണ് പറയുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഹേർട്ട് ആയത് സുധിച്ചേട്ടന്റെ കാര്യം, അതുപോലെ റെനയുടെ ബോയ് ഫ്രണ്ടിന്റെ കാര്യം, അനീഷിന്റെ ബോയ്ഫ്രണ്ടിന്റെ കാര്യം. ഞാൻ കേട്ടോണ്ടിരിക്കുക, ചുമ്മാ അല്ല തന്റെ വൈഫ് ഇട്ടിട്ട് പോയത് തന്റെ സ്വഭാവം കൊണ്ടാണ്. തനിക്ക് ആണത്തമില്ലാത്ത എന്തോ സംതിങ് അവളിവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് എനിക്ക് ഓർമ്മയില്ല, ഇതാന്ന് തോന്നുന്നു. എനിക്കൊന്ന് ലൈവ് കണ്ടവർക്ക് അറിയാമായിരിക്കും. അപ്പൊ ഞാൻ എതിർത്ത്, ഞാൻ അവിടെ ഒന്നും അങ്ങനെ പറയും. ഞങ്ങൾ ആരും ഇന്ന് വരെ അനീഷിനോട് അത് ചോദിച്ചില്ല. അനീഷ് ഡിവോഴ്സ് ആണെന്ന് ഞങ്ങൾക്ക് അറിയാം. ആദ്യമായിട്ട് ഞാൻ എന്തോ ഇങ്ങനെ അനീഷിന്റെ കാര്യം ഞാനത് പറയൂല എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ വിട്ടു. പിന്നെ ഞാൻ ഇന്ന് വരെ വൈഫിനെ പറ്റി ചോദിച്ചു, ഞങ്ങൾ ആരും ചോദിച്ചിട്ടില്ല. അയാളുടെ പേഴ്സണൽ കാര്യം എന്തിനാന്നേ നമ്മൾ കുത്തിപ്പൊക്കുന്നത്? അയാൾക്ക് താല്പര്യമില്ല പറയാൻ.